സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. യേശുവിന്റെ നല്ല സ്നേഹിതൻ, കൈവിടാത്ത ഉറ്റ സ്നേഹിതൻ, അന്ത്യത്തോളം നടത്തുന്നവൻ, നന്ദിയോടെ പാടിയിടുന്നു ഞാൻ. യേശുവിന്റെ നല്ല സ്നേഹിതൻ, കൈവിടാത്ത ഉറ്റ സ്നേഹിതൻ, അന്ത്യത്തോളം നടത്തുന്നവൻ, നന്ദിയോടെ പാടിയിടുന്നു ഞാൻ. ദൈവമായ കർത്താവ്, ദൈവത്തോട് ചേർന്ന് നാം ആയിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നാണ് വരിക. എല്ലാത്തിൻ്റെയും സൃഷ്ടാവും ഉടയവനും പരിപാലകനും നമ്മെ ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായ പദ്ധതികൾ ഉള്ള ദൈവം. നമ്മുടെ ജീവിതത്തിൻ്റെ വഴി അവിടുന്നാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ സത്യം അവിടുന്നാണ്, നമ്മളുടെ ജീവൻ അവിടുന്നാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്ന കൃപകൾ നമുക്കും വരും തലമുറയ്ക്കും കഴിഞ്ഞു പോയ തലമുറയ്ക്കുമൊക്കെ അല്ലെ, ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ നമ്മെ അറിയുന്ന ദൈവം, ആ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ, ആ ദൈവ കൽപ്പനകൾ ഇന്ന് സുവിശേഷത്തിൽ ആഗോള സഭയിലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിലൂടെ ഇന്ന് തിരുവചനത്തിലൂടെ ഈശോ ഒരു യുവാവ് വന്ന് ധനികനായി, മത്തായി 19:16 ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്ന എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനെ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവദിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് ഇന്നത്തെ തിരുവചനം. അപ്പം നമ്മളോട് ചോദിച്ചാൽ ഈ 10 കൽപ്പനകൾ നമുക്കറിയാം. പക്ഷെ നമ്മൾ മനഃപൂർവ്വമല്ല, ചില ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്തതായിരിക്കാം. പക്ഷേ ദൈവത്തെ ഏറ്റവും കൂടുതലായിട്ട് ഒന്നാമതായിട്ട് സ്നേഹിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ അത് പിശാച് ഉണ്ടാക്കിയ കുഴപ്പമായിരിക്കും. എന്തെങ്കിലും നമ്മളറിയാതെ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളോ നമ്മുടെ കഴിഞ്ഞുപോയ തലമുറയോ ഒക്കെ നമ്മളിന്ന് അവരുടെ എല്ലാം കുറവുകൾ നമ്മൾ ഇന്ന് തലയിൽ വഹിക്കുന്നവരാണ്. നമുക്കറിയാം. അതായത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളുടെ പാപങ്ങളും തലമുറകളുടെ ശാപങ്ങളും എല്ലാം യേശുവിലേക്ക് അന്നേരം തന്നെ ഏറ്റെടുക്കപ്പെടുകയാണ്. അതായത് യേശുവിൻ്റെ ആത്മാവ്, മാമോദീസായോട് നമുക്ക് ലഭിച്ച യേശുവിൻ്റെ ആത്മാവ് നിരന്തരം നമ്മളിൽ ഉണ്ടെങ്കിൽ, അല്ലെ, തിരുസഭ നമ്മുടെ തിരുസഭയിലായിരിക്കുമ്പോൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ എനിക്ക് തെറ്റിപ്പോയി എന്ന് ഹൃദയം തുറന്ന് അനുദപിക്കുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ നമ്മളുടെ പാപങ്ങളും കുറവുകളും നമുക്ക് കഴിഞ്ഞ തലമുറയോടെ കിട്ടിയതും ഇന്ന് അടുത്ത തലമുറയിലേക്ക് പോകാൻ സാധ്യതയുള്ളതും നമ്മളിലുള്ളത് യേശുവിലേക്ക് ഏറ്റെടുക്കപ്പെടുകയാണ് തിരുസഭയിലൂടെ. ഇത് വലിയൊരു മേഖലയാണ്. കുമ്പസാരം എന്ന കൂദാശയിലൂടെ വിശുദ്ധ കുർബാനയായി പരിശുദ്ധാത്മാവായി ഈശോ നമ്മുടെ ആത്മാവിൽ വന്നുകൊണ്ട് നമ്മളെ ഇടയനായി വഴി നടത്തുകയാണ്. ഇതാണ് ദൈവിക സംവിധാനം. പക്ഷേ നമുക്ക് ഈ യുവാവിന്, യഹൂദനായ നല്ല ചെറുപ്പക്കാരനാണ്, കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ട്. യേശുവിനോട് ചോദിക്കണം, എന്താണ് ഇനി എനിക്കൊരു കുറവ്? യേശു അവനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞതാണ്, നീ ഏറ്റവും കൂടുതലായിട്ട് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. പക്ഷേ സാത്താൻ പല രീതിയിലും നമ്മുടെ ജീവിതത്തിലെ കുഴപ്പമൊക്കെ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാക്കി നമുക്ക് ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി. ഇപ്പം നമ്മുടെ ആഗ്രഹം ഇന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ കൽപ്പന നമുക്കറിയാം, നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഈ 2 കാര്യങ്ങളിൽ സാത്താൻ നമ്മളെ എവിടെയെങ്കിലുമൊക്കെ കുരുക്കും.
ഇത് നമ്മൾ അറിയേണ്ട ഒരു മേഖലയാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഇതെന്താ ഈ ഒരു കാര്യം എനിക്ക് ഇല്ലാത്തത് എനിക്ക് കിട്ടണം, ഇത് കിട്ടാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ധ്യാനം കൂടാൻ പോകുന്നതല്ലേ, അവിടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അതെനിക്ക് അവകാശപ്പെട്ട കാര്യം, എനിക്കത് ഇല്ല, അതെനിക്ക് കിട്ടിയേ പറ്റൂ, എനിക്കത് കിട്ടാതെ സ്വസ്ഥതയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ നാം അറിയാതെ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് നമുക്ക് മാനുഷികമായിട്ട് ഞാൻ പറയുമ്പോൾ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അത് സാത്താൻ്റെ ഒരു കുരുക്കാണ്. അതായത് ദൈവത്തെക്കാൾ കൂടുതലായി ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കാം. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, പക്ഷെ അതെനിക്ക് കിട്ടിയാൽ മതി, അതെനിക്ക് തരുവാണെങ്കിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാനോ അതപ്പോൾ അത്ര എളുപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും കാണുമ്പോൾ അവരെന്നെ കുറ്റം പറയാനായിരിക്കില്ല, എൻ്റെ കുറവിനെ കുത്തി നോവിക്കാൻ വേണ്ടിയായിരിക്കും അവരെന്നോട് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് പിശാച് കൊണ്ടിട്ട് വരും. അപ്പം നമ്മളുടെ ജീവിതം യഥാർത്ഥത്തിൽ നമ്മൾ പരിപൂർണരാകാതിരിക്കാൻ വേണ്ടി, അതായത് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും പൂർണ്ണതയാണ് പരിപൂർണത എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന് ഈശോ ഓർപ്പിച്ചതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊന്നും ഇല്ല, അല്ല ചിലർ നമ്മളെ ഉപദ്രവിക്കുന്നില്ല, അവരുമായിട്ട് ചേർന്നാൽ ശരിയല്ല, അവരോട് സംസാരിച്ചാൽ പോലും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒന്നാം പ്രമാണം 10 കൽപ്പനകളിലെ ഞാൻ പറയാറുണ്ട് പലപ്പോഴും, അതായത് ദൈവവചനം അനുസരിച്ച് നമ്മൾ 10 കൽപ്പനകളിൽ ആദ്യത്തെ 3 ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെതാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവും. ഒന്നാമത്തെ കൽപ്പനയാണ്. ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ ഉപയോഗിക്കുന്നത്. 2ാമത്തെ കൽപ്പന കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഈ 3 കൽപ്പനകൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായും എന്ന് പറഞ്ഞാൽ തിരുസഭയിൽ ആയിരുന്നുകൊണ്ട് നമ്മൾ കുദാശകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ഈ 4 തൊട്ട് 10 വരെയുള്ളതല്ലേ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇതെല്ലാം മറ്റുള്ളവരുമായുള്ള നമ്മുടെ മാതാപിതാക്കളും നമ്മൾ മറ്റുള്ളവരുമായുള്ള നമ്മുടെ സ്നേഹം നിലനിർത്താനായിട്ട് ദൈവം നൽകണം. കാരണം 3 കൽപ്പനകൾ ദൈവമായുള്ള ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവമായുള്ള നമ്മുടെ സ്നേഹബന്ധം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ബാക്കി 7 കൽപ്പനകളാണ് മറ്റുള്ളവരുമായി നമ്മുടെ ബന്ധം ഉറപ്പിക്കാൻ, അത് പൂർണ്ണമാകാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് നമുക്ക് കൂടുതലായി 1-ാം പ്രമാണ ലംഘനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ 1, 2, 3 പ്രമാണങ്ങൾ നമ്മൾ മനഃപൂർവ്വമല്ല അല്ലേ, നമ്മുടെ ചില ആവശ്യങ്ങൾ അത് കിട്ടിയേ പറ്റൂ, നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ സ്വസ്ഥമല്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ നടക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ കാര്യം മറന്നുപോകും. ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് പറ്റുന്നില്ല, മനഃപൂർവ്വമല്ല. ഇത് വലിയൊരു കുരുക്കാണ്. അവിടെയാണ് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടത്. എൻ്റെ ദൈവമായ കർത്താവിനെ എന്ന് പറയുമ്പോൾ നീ എല്ലാം അറിയുന്ന കർത്താവേ, എൻ്റെ കുറവുകളും എൻ്റെ വേദനകളും എൻ്റെ ഇല്ലായ്മകളൊക്കെ അറിയുന്ന കർത്താവാണ്. ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിലേക്ക് എൻ്റെ ജീവിതത്തെ അടിയറ വയ്ക്കുമ്പോൾ അവിടുന്ന് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ 2ാമത്തെ മറ്റുള്ളവരെയും നമ്മെപ്പോലെ സ്നേഹിക്കാതെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടെയാണ് നമ്മൾ പൂർണ്ണത പ്രാപിക്കാനായിട്ട് ഈശോ നമ്മളിന്ന് വിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളൊന്നും ഈശോ നൽകിയതല്ല. വീണ്ടും ഉറപ്പിക്കുകയാണ്, നമുക്ക് എല്ലാം ഉണ്ടാകാൻ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന് ജെറമ്യാ 29 പറഞ്ഞിരിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ശുഭകരമല്ല, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ളൊരു പദ്ധതി, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്നൊരു പദ്ധതിയാണ് നമ്മെക്കുറിച്ച് ദൈവത്തിനുള്ളത്. നമ്മളിത് അറിയാതെ സാത്താൻ എവിടെയോ നമ്മളെ കുരുക്കിയിട്ട് നമ്മളെ ഇപ്പോൾ ദൈവത്തിൽ നിന്നും ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വായും ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചതുപോലെ നമ്മളതുപോലെ മനഃപൂർവ്വമല്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ദൈവം സഹനങ്ങൾ അനുവദിക്കും. അത് നമ്മളെ ദൈവത്തെ ജെറമ്യാ അവിടെ തന്നെ പറയുന്നത്, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുമ്പോൾ ദൈവമേ നീയാണ് എൻ്റെ എല്ലാം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ എന്നെ അനുഗമിക്കുക. ഈശോ അത് തന്നെയാണ് പറഞ്ഞത്. ആരെങ്കിലും ലൂക്കാ 9:23 ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് എന്ന് പറയുമ്പോൾ ഇതാണ്, എനിക്ക് കുറവുകളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ജീവിത പങ്കാളിക്ക്
അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ കുറവുകളുണ്ട്. പക്ഷേ അത് സാരമില്ല. അതാണ് സ്വയം പരിത്യജിക്കുക. ആ പ്രശ്നം സാരമില്ല, അത് ദൈവം അറിയുന്നുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ ഒന്നാമതായി അതുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാവീദ് കരഞ്ഞു, ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. എനിക്ക് എൻ്റെ ഹൃദയം ഒരു നവ്യമായ ചിന്ത, ഒരു നവ്യമായ ആത്മീയ അചഞ്ചലമായൊരു നവചൈതന്യം എനിക്ക് നൽകണേ. അചഞ്ചലമായൊരു ഹൃദയം എനിക്ക് തരണമേ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി. അതായത് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമാണ്, സ്വയം പരിത്യജിച്ച് എനിക്കിപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊന്നും സാരമില്ല, എൻ്റെ ദൈവം അത് അറിയുന്നു, എനിക്ക് തക്ക സമയത്ത് അതോട് തരും. അല്ലേ, നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ താഴ്മയോട് നിൽക്കുവാൻ തക്ക സമയത്ത് അവിടെ നിങ്ങളുടെ കാര്യങ്ങളെ നൽകും. അല്പകാലത്തെ സഹനത്തിന് ശേഷം നിങ്ങളെ അവിടുന്ന് ആ കൃപയിലേക്ക് നയിക്കുക. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശും എടുത്തുകൊണ്ട്, പലപ്പോഴും നമുക്ക് കുരിശെടുക്കണ്ട, നമുക്കതൊന്നും വേണ്ട, നമ്മുടെ ആ കാര്യം ഒന്ന് കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ പോലും എല്ലാം ഈ സഹനം ഇത് ദൈവകൃപ കൊണ്ട് പൂർണ്ണ നിത്യതയിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഞാൻ മരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തുന്നില്ലെങ്കിൽ വളരെ 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 ബുദ്ധിമുട്ടാണ്. അവിടെ ഇരുട്ടിലേക്ക് പോവുകയാണ്. പ്രകാശം യേശു മാത്രമാണ്. ഞാൻ പറയും, ഈ ഭൂമിയിൽ സൂര്യപ്രകാശമുണ്ട്, അല്ലെ? ഇവിടെ സൂര്യപ്രകാശം, രാത്രി ഇരുട്ടില്ലേ? നമ്മൾ മരിച്ചു കഴിയുമ്പോൾ യേശുവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആത്മാവ് അന്ധതയിലാണ്, ഇരുട്ടിലാണ്. കാരണം ഈ സൂര്യനൊന്നും അവിടെ ഇല്ലല്ലോ. യേശുവാണ് സൂര്യപ്രകാശം, അവനാണ്. വെളിപാട് പറയുന്നല്ലോ, അവനാണ് അവിടെ പ്രകാശം. അപ്പോൾ നമ്മുടെ ആത്മാവ് യേശുവിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇരുട്ടിലാണ്. അഗാധത്തിൽ, സംഗീതം 130 മരിച്ചവർക്കുള്ള ഒപ്പിച്ച് ദൈവമേ അഗാധത്തിൽ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു. ഒരു ആത്മാവിൻ്റെ നിലവിളിയാണ് സങ്കീർത്തനം 130 നമ്മൾ മരിച്ചവർക്കുള്ള ഒപ്പീസിലൊക്കെ ചെല്ലുന്നു. പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ ദൈവമേ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ഇത് മരിച്ചുപോയ ഒരു ആത്മാവിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ യേശുവിൻ്റെ ആത്മാവിൻ്റെ നമ്മുടെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ഇരുട്ടിലേക്കാണ് പോവുക. അവിടെ വിലാപവും കരച്ചിലും പല്ലുകടിയും എന്നാണ് ഈശോ തന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ അവനെ സ്വന്തമാക്കുക, അവനെ നമ്മുടെ ആത്മാവിൽ സ്വീകരിക്കുക, നമ്മളെ അനാഥരായി വിട്ട് കളയില്ല എന്ന് ഈശോ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ, എല്ലാ കൽപ്പനകളും നമ്മൾ പൂർണ്ണമായും പാലിക്കാനായിട്ട് പൂർണ്ണതയിലേക്ക് വരാൻ. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ പോലും ദൈവം തന്നതല്ല, സാത്താൻ കൊണ്ടുവന്നാണ് പലതും. ദൈവം അനുവദിച്ചത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതിയിലേക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്തവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പ്രകാശത്തിനായിട്ട് പരിണമിപ്പിക്കുന്നു. നമ്മൾ അറിയണം, നമുക്ക് വിട്ടുകൊടുക്കാം. ഈ ഭൂമിയിൽ നമ്മളെ നയിക്കാൻ കുദാശിയായി ദിവ്യകാരുണ്യമായ അദൃശ്യനായി എല്ലാ മഹത്വത്തോടും കൂടെ വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.